ഹലോ. ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് കസ്റ്റമർ നോ പറയുക എന്നുള്ളത്. കസ്റ്റമർ നോ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളോട് അങ്ങനെ പറയില്ല, എനിക്ക് നിങ്ങളുടെ സാധനം വേണ്ട എന്ന് പറയല്ല. അത് പല പല രീതിയിലായിരിക്കും അവർ നോ പറയുക. ഇപ്പം നിങ്ങൾ പരസ്യം കൊടുക്കും, പരസ്യം കൊടുത്ത് നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജിന് റിപ്ലൈ ഇല്ലാണ്ടിരിക്കുക, അതൊരു നോ പറയാനുള്ള ഒരു ഫോമാണ്. ചിലപ്പോൾ രണ്ടാമത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതിരിക്കുക, അങ്ങനെ ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ്ലി നോ. ഇൻഡയറക്റ്റ്ലി ആണ് അവർ നോ പറയാറ്. പിന്നെ അവർ നമുക്ക് ഒരിക്കലും കസ്റ്റമറായിട്ട് അങ്ങനെ കിട്ടാറില്ല. ഇത് അധികവും ഫേസ് ചെയ്യണത് സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. പ്രൊഡക്റ്റ് ചെയ്യുന്നവർക്കില്ല എന്നല്ല, സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എങ്ങനെ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സെല് ചെയ്യണം, എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്യൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും അധിക സമയം, പ്രത്യേകിച്ച് സർവീസ് മേഖലയിൽ. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാവും, അതിനെ തൊട്ട് നോക്കാൻ പറ്റും, അതിൻ്റെ കളറ് മനസ്സിലാവും, അതിൻ്റെ മെറ്റീരിയൽ ഏത് വെച്ച് ഉണ്ടാക്കിയേക്കണേന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ ക്വാളിറ്റീനെ ക്വാളിഫൈ ചെയ്യാൻ കസ്റ്റമർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാൽ സർവീസിൻ്റെ കേസിൽ നമുക്ക് പലപ്പോഴും, ഇപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ എന്താ പറയുക, വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കണ ഒരു സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ പല സമയത്തും നമുക്കതിനെ എന്താ പറയുക, ഫിസിക്കൽ പ്രൊഡക്റ്റ് പോലെ അങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് പ്രീവിയസ് വർക്കൊക്കെ കാണിച്ചു കൊടുക്കാമെങ്കിലും കസ്റ്റമർ വൺസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിയൽ റിസൾട്ട് ആ കസ്റ്റമർക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അധിക സമയം ഒരു ഹെസിറ്റേഷൻ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, കസ്റ്റമർ ഒന്ന് മടിച്ചു നിൽക്കും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് കസ്റ്റമേഴ്സ് നോ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് തന്നെയാണ്. നമ്മൾ കസ്റ്റമേഴ്സ് അവരുടെ ആ ഒരു മണി നമുക്ക് തന്ന് നമ്മളുടെ സർവീസ് എടുക്കാനായിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യണില്ല. എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളുടെ ക്രെഡിബിലിറ്റി കുറവായിരിക്കാം, ആ മേഖലയിൽ നമ്മൾ പുതിയൊരാളായിരിക്കാം, അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ പരസ്യം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓൺലൈനിൽ പരസ്യം കൊടുക്കുന്നു, നിങ്ങളുടെ വാട്സപ്പിൽ അവർ കോൺടാക്ട് ചെയ്യുന്നു, കറക്റ്റ് ആളൊക്കെ ആയിരിക്കും കോൺടാക്ട് ചെയ്യണത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള കറക്റ്റ് ലീഡ് തന്നെയാണ് വന്നേക്കണം. പക്ഷേ മെസ്സേജ് കേട്ടതിന് ശേഷം റിപ്ലൈ ഇല്ല. അല്ലെങ്കിൽ 100 പേര് വന്നു കഴിഞ്ഞാൽ 2, 3, 4 പേരൊക്കെ വാങ്ങിക്കും. നിങ്ങളുടെ ആഡിൻ്റെ പരസ്യം മറ്റേതൊക്കെ കഴിയാൻ നേരത്ത് വേണ്ടത്ര ലാഭം കിട്ടണില്ല. ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിയിലൊക്കെ പല ബിസിനസ്സുകളും പോകുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം? അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമറെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നർച്ചർ ചെയ്യുക. നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് എന്തുമാത്രം ക്വാളിറ്റി ഉള്ളതാണെന്ന് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കാശ് സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അവരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ് വേണം. ഒരു തവണ കോണ്ടാക്ട് ചെയ്താൽ പോരാ. റിസർച്ചുകൾ അധികം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡ് റേഞ്ച് പ്രൈസ് ഒരല്പം കൂടിയ പ്രൊഡക്റ്റുകൾ ഒരു കസ്റ്റമർ, പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ, പിക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 തവണയെങ്കിലും നമ്മൾ ആ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു ആവറേജ് ഒരു 8 തവണയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ ഒരു തവണ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, കസ്റ്റമർ അതിന് റിപ്ലൈ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത്. മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ് വേണം. അതൊരു വീഡിയോയുടെ രൂപത്തിലായിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അറ്റ്ലീസ്റ്റ് യൂട്യൂബിലൊരു ചാനൽ ഉണ്ടാക്കി ഒരു വീഡിയോ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിടുക. എന്നിട്ട് ഈ കസ്റ്റമർ, പരസ്യത്തിലൂടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ വീഡിയോസിൻ്റെ ലിങ്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എൻക്വയറി ചെയ്ത ദിവസം തന്നെ കസ്റ്റമർ വാങ്ങിയില്ലെങ്കിലും ചിലപ്പോൾ അവർ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഇതിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റി ഇടാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ ചില ആളുകൾ, ചില കസ്റ്റമേഴ്സ് ജസ്റ്റ് എൻക്വയറി ചെയ്യും. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സർവീസ് വേണം, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും, അല്ലെ കിട്ടിയാൽ കൊള്ളാം എന്നായിരിക്കും. അർജൻറ്റായിട്ട് ഇന്ന് തന്നെ എനിക്കത് വേണം, അല്ലെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ വേണം, അങ്ങനെയല്ലായിരിക്കും. അങ്ങനത്തെ കസ്റ്റമേഴ്സ് അധികം മാർക്കറ്റിൽ ഒരു 3% അടുത്ത് ഉണ്ടാവുള്ളൂ. മാർക്കറ്റ് റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയും, ഇപ്പോൾ പരസ്യം കണ്ട് ഇപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്.
ഒരു ബഹുഭൂരിപക്ഷം ആളുകളും അതിന് താഴെയുള്ള കാറ്റഗറിയിലാണ്. കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇന്നൊരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന്. പക്ഷേ ഇപ്പം തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അർജൻറ്റൊന്നുമില്ല. ചിലപ്പോൾ സാലറി കിട്ടിയതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ, നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ പോകണേക്ക് തൊട്ട് മുമ്പായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇതിൽ കണക്റ്റഡ് ആയിട്ട് വരണം. എന്നാൽ മാത്രമാണ് അവർ ആ പർച്ചേസിങ് ഡിസിഷൻ എടുക്കുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോൺടാക്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രസ്റ്റാണ്. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ആണെങ്കിൽ ട്രസ്റ്റ് വലിയൊരു ഘടകമാണ്. വിശ്വാസം വേണം. നമ്മളൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രമാണ് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ, ഇനിയിപ്പോൾ സാധനം പോകുമോ, ഇത്രയും വലിയൊരു തുക കൊടുത്ത് ഇവരുടെ അടുത്ത് നിന്ന് എടുക്കണോ, വേറെ വലിയ ബ്രാൻഡുകളൊക്കെ പുറത്തുണ്ടോ, അവരുടെ സർവീസ് എങ്ങനെയാണ്. ഈ ചില കസ്റ്റമേഴ്സ് ചില സർവീസുകൾ പ്രൊഡക്റ്റും ആയിക്കോട്ടെ ഒരു കുറച്ച് ഹൈ ടിക്കറ്റ് ആണെങ്കിൽ, ഹൈ ടിക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, മിഡ് ടിക്കറ്റ്, കുറച്ചൊരല്പം വില കൂടിയ പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ ഒന്നിലധികം ആളുകളുടെ അടുത്ത് നിന്ന് അവർ എൻക്വയറി നടത്തും. നമ്മളും അങ്ങനെയാണല്ലോ. ഒന്നിലധികം ബ്രാൻഡുകളെ നമ്മളും എൻക്വയറി നടത്തൂല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ സെർച്ച് ചെയ്യുമെങ്കിലും ചെയ്യുമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, അത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും, ഇവരുടെയൊക്കെ അടുത്ത് എൻക്വയറി നടത്താൻ നേരത്ത് നമുക്ക് ഇവരെ വീഴ്ത്താൻ പറ്റിയൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. കോണ്ടാക്ട് ചെയ്തു, നമ്മൾ റിപ്ലൈ ഒന്നുമില്ല, പിന്നെ മെസ്സേജ് വലിയ റിപ്ലൈ ഒന്നുമില്ല. എന്നാൽ അതേസമയം അവരിങ്ങോട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു, അതിനുശേഷം നമ്മളായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും വാല്യൂ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇത് ചെയ്യണില്ല, നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സെയിൽ പ്രതീക്ഷിക്കാം. ഇവിടെ കുറച്ച് ടൈം എടുക്കും, ട്രസ്റ്റ് ബിൽഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം വരെ ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സെയിൽ കിട്ടും. വേറൊരു പുതിയൊരാൾ ആ മാർക്കറ്റിലേക്ക് അങ്ങനെ ഓടി വന്ന് നിങ്ങളുടെ കസ്റ്റമറെ ഒന്നും വലിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇത്തിരി പ്രയാസപ്പെടും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ കസ്റ്റമറെ കിട്ടണമെങ്കിൽ. അപ്പോൾ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല കിട്ടലായിരിക്കും. അതായത് കസ്റ്റമർ ക്വാളിറ്റി ഉള്ള ഒരു കസ്റ്റമർ ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റിയ ഈ ഒരു കസ്റ്റമർ നോ പറയുന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ സർവീസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഫ്രീ ആയിട്ട് കൊടുക്കുക. അതൊരു ഓപ്ഷനാണ്. പലർക്കും ഇത് പറയുമ്പോൾ ഇച്ചിരി മടിയായിരിക്കും, അത് പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക, അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുമായിട്ടുള്ള ഡീലിംഗ് എങ്ങനെയാണെന്നുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പറ്റുമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക. കാരണം ഇതൊരു പ്രൂവൺ സ്ട്രാറ്റജിയാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഡിസൈൻ ആപ്പുകളൊക്കെ, ഇപ്പോൾ ക്യാൻവയൊക്കെ, അവർ ഫ്രീ ട്രയലുകൾ തന്നെ ഉണ്ട്. ഒരു 14 ദിവസത്തെ ഫ്രീ ട്രയൽ വരും. എന്നിട്ട് ആ സർവീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പുതുക്കിയാൽ മതി. 14 ദിവസം ഫ്രീ ആയിരിക്കും. 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചാർജ് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ സർവീസിൽ നമ്മളുടെ ആ സർവീസിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീ കൊടുത്തു നോക്കുക. ഇത് നല്ല രീതിയിൽ ചെയ്യണം. ഞാൻ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഈ ചാനൽ മുമ്പ് ഫോളോ ചെയ്യണവർക്കറിയാം. ഞാൻ അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ, ബിസിനസ് വ്ളോഗ് ചെയ്ത ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സ്ട്രീറ്റിൽ സ്വീറ്റ്സ് സെല്ല് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അവർ ഒരു എംപ്ലോയിനെ അവിടെ നിർത്തിയേക്കും. കാരണം റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കെല്ലാം ചെറിയൊരു ബിസ്ക്കറ്റ് ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിരിക്കും, അത് ഒടിച്ചൊരു ചെറിയ കഷ്ണം കുറേശ്ശെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ വെച്ചാൽ ആളുകളത് കഴിക്കും, അത് ഫ്രീ ആണ്. ആളുകളത് കഴിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ച്, കാരണം അത് വൺസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമെന്ന് ഇവർക്കറിയാം. അതൊരു കച്ചവട തന്ത്രമാണ് അവരുടെ. അവിടെ വരെ നടന്നു പോയ ആൾ നേരെ തിരിച്ചു വന്ന് ഈ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങിക്കും. കാരണം ഇതിന് ചവച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് തരക്കേടുള്ളല്ലോ, നല്ലൊരു സ്വീറ്റ് ആണല്ലോ എന്ന് കരുതി അവർ റിട്ടേൺ വന്നത് വാങ്ങിക്കും. അത് അവിടെ ഫ്രീ കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ കസ്റ്റമർക്ക് ആ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് ആ കസ്റ്റമർ രണ്ടാമത് തിരിച്ചു വന്ന് അത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സർവീസിൻ്റെ ഒരു പ്രത്യേക പോർഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഫ്രീ ട്രയൽ നമുക്ക് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ്, അതിനുശേഷം നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് വൺസ് ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കസ്റ്റമർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫ്രീ കൊടുത്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് കിട്ടാൻ, പ്രത്യേകിച്ച് റിക്യൂറിങ് റവന്യൂവിൽ റിലേ ചെയ്യണ ബിസിനസ്സുകൾ, അതായത് മാസമുള്ള പേയ്മെൻറ്റിലൂടെ എന്തെങ്കിലും സർവീസുകളായിരിക്കും. മാസം നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സർവീസ് ആണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ ഒരു തവണത്തെ ആ ഇനീഷ്യൽ ട്രാൻസാക്ഷൻ മാത്രം കിട്ടിയാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് മാസം പേയ്മെൻറ്റ് തരുന്ന കസ്റ്റമറെ വേണം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനീഷ്യലി ഒരു അല്പം നഷ്ടം സഹിച്ചാലും കുറച്ച് ടൈം അവരിൽ സ്പെൻഡ് ചെയ്യേണ്ട വന്നാലും വൺസ് അവർ ട്രൈ ചെയ്ത് നമ്മളുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ
അങ്ങനത്തെ അത്ര ഒരു വിശ്വാസം നിങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫ്രീ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഈ നോ പറയൽ അധിക സമയം മറികടക്കാനായിട്ട് പറ്റും. അധിക സമയം ഈ ഫ്രിക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ് ഇറക്കണമല്ലോ, ഈ കസ്റ്റമർ അവർ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള ആ മണി നമുക്ക് തന്നോലോ, അവിടെയാണ് ഫ്രിക്ഷൻ. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഭാഗത്ത് യാതൊരു റിസ്ക്കും ഇല്ല. കസ്റ്റമറായ നിങ്ങളുടെ മേളിൽ നിന്ന് റിസ്ക് എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. സംരംഭകരായിട്ടുള്ള ഞങ്ങളാണ് ഇപ്പോൾ അത് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ വാങ്ങണതിൽ എന്താ പ്രശ്നമുള്ളത്? പ്രശ്നമൊന്നുമില്ല, ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഫ്രീ എന്നുള്ളത് ഒരു ടെക്നിക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പരസ്യം നടത്തുന്നുണ്ട്, എൻക്വയറി കുറേ വരുന്നുണ്ട്, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഒന്ന്, മൾട്ടിപ്പിൾ കോൺടാക്ട്സ് അവർ നടത്തുമല്ലോ, ഒറ്റ തവണ കോൺടാക്ട് ചെയ്യും, അങ്ങനെ അങ്ങോട്ട് മറന്നു കളയും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്നവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു പോർഷൻ ഫ്രീ കൊടുക്കാൻ പറ്റുന്ന സർവീസ് ആണെങ്കിൽ നിങ്ങൾ ഫ്രീ കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഡീലിങ് കസ്റ്റമർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവിടെ ഫ്രീ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രീ കൊടുക്കുക. കൺവേർഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങളുടെ സർവീസിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അതായത് 2-3 സെൻറ്റൻസിലൊക്കെ ഇത് മാക്സിമം ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കസ്റ്റമർക്ക് പറ്റണം. ഈ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവർ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളുടെ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ പേയ്മെൻറ്റ് പ്രതീക്ഷിക്കേ വേണ്ട. നിങ്ങൾ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുക, അത് വാങ്ങണോ ഇത് വാങ്ങണോ മറ്റത് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കാൻ നേരത്ത് നിങ്ങൾ എന്താ ചെയ്യുക? ഹോൾഡ് ചെയ്യും. നിങ്ങളവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കേസിലും. ഒരുപാട് ചിലരൊക്കെ ബ്രോഷർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വക മനസ്സിലാവില്ല. ഒരാൾ ഇരുന്ന് നമ്മളെ ഒരു ക്ലാസ് എടുത്താലൊക്കെയാണ് അത് മനസ്സിലാവുള്ളൂ. മാക്സിമം സിമ്പിളാക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ക്ലിയർ ആക്കിയിട്ടുള്ള, ഇപ്പോൾ ഈ ഉദാഹരണം, ഇപ്പോൾ ആപ്പിളിൻ്റെ ലോഗോ ക്ലിയർ ആയിട്ടുള്ളൊരു സ്പേസിൽ ഒരു ചെറിയൊരു ലോഗോ. എന്നാൽ അതേസമയം അവരുടെ മുമ്പത്തെ ലോഗോയൊക്കെ നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. ഒരു ആപ്പിൾ വന്ന് തലയിലൊക്കെ ചാടണേ, ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ ചാടണയൊക്കെ എന്തൊരു ലോഗോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മുമ്പ്. അത് നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. ഇത് സിമ്പിളാക്കുക, സിമ്പിൾ ആൻഡ് ക്ലിയർ ആക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ മാർക്കറ്റിംഗ് മെസ്സേജ് കസ്റ്റമർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കൊരു പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ ആ ബിസിനസ് നടത്തുന്ന ആളാണ്. നിങ്ങളുടെ ബ്രെയിനിന് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ കസ്റ്റമറുടെ ബ്രെയിനിന് അത് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിളാക്കുക, ക്ലിയർ ആക്കുക. എല്ലാവരും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല, കാശുള്ളവരായിരിക്കും, പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ ഡൈജസ്റ്റ് ആവുന്ന കൂട്ടത്തിലുള്ള ആളുകളല്ല. അപ്പോൾ പിക്ചർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പിക്ചർ ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ട് 2-3 ഇപ്പോൾ കസ്റ്റമർ നിങ്ങളുടെ വാട്സപ്പിൽ എൻക്വയറി ചെയ്തു, നിങ്ങൾ കസ്റ്റമറെ ഫോൺ ചെയ്യാമെന്ന് വിചാരിക്കുക. ടെലിമാർക്കറ്റിംഗ് ആണ് നിങ്ങളുടെ മെയിൻ എന്ന് വിചാരിക്കുക. അത് കോൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോൾ എടുത്ത് 2-3 സെക്കൻഡ് കൊണ്ട് എന്താണ് ഈ സംഗതി എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കത് പെട്ടെന്ന് കിട്ടണം. നിങ്ങളൊരു ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നു, അതെന്താണ് ആവശ്യം എന്നുള്ളത് ഒരു 2-3 സെൻറ്റൻസിൽ നമുക്ക്, സെക്കൻഡിലല്ല 2-3 സെൻറ്റൻസിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ സിമ്പിളാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. അധിക സമയവും കസ്റ്റമർ നോ പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ആവശ്യം ഈ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുമോ, അവരുടെ ആവശ്യം ഈ സർവീസ് സോൾവ് ചെയ്യുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളിൽ നിന്ന് പേയ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. വലിയ അട്രാക്റ്റീവ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ക്ലിയർ ആൻഡ് സിമ്പിളാക്കുക, സിമ്പിളാക്കിയിട്ട് അവതരിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ സിമ്പിൾ ആവാൻ നേരത്ത് അട്രാക്റ്റീവ് അല്ലെങ്കിലും കൺഫ്യൂസ്ഡ് ആവില്ല കസ്റ്റമേഴ്സ്. കൺഫ്യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൺവേർഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് വല്ലതും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് നർച്ചറിങ്ങിന് യൂസ് ചെയ്യാം. മുമ്പ് ഈ സർവീസ് എടുത്ത ആളുകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അവർ നല്ല രീതിയിൽ, ഇപ്പോൾ ബിസിനസ് ടു ബിസിനസ് സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർ നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ സർവീസ് എടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റിമോണിയൽസ് അത് ഒരാളെ നിർത്തി പറയിപ്പിക്കൽ മാത്രമല്ല, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതെല്ലാം തെളിവടക്കം നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ ഒന്നിലധികം തവണ ഒരു ലീഡിനെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ തവണ നമ്മളുടെ എഡ്യൂക്കേഷണൽ വീഡിയോ നമുക്ക് അയച്ചു കൊടുക്കാം.
രണ്ടാമത്തേൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എന്താണ് ഈ സംഗതി എന്നുള്ള മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാം. മൂന്നാമത്തേൽ നല്ല ടെസ്റ്റിമോണിയൽ, ഓൾറെഡി സർവീസ് എടുത്തവർ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്താണെന്നുള്ള നല്ല പോസിറ്റീവ് ടെസ്റ്റിമോണിയൽസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, റിവ്യൂസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കാം. ഫ്രീ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രീ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈനായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഒന്നിലധികം തവണ ഉള്ള മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയും. മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റുകൾ വരണം, എന്നാൽ മാത്രമാണ് ട്രസ്റ്റ് ബിൽഡ് ആവുള്ളൂ. ട്രസ്റ്റ് വലിയൊരു ഘടകമാണ്, പ്രത്യേകിച്ച് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ട്രസ്റ്റ് ഇല്ലാതെ ആരും പേയ്മെൻറ്റ് തരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക, മാക്സിമം സിമ്പിളാക്കുക. ഒരുപാട് ചില ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ അട്രാക്റ്റീവ് ആക്കാൻ നോക്കി ഒരുപാട് കളേഴ്സ്, ഒരുപാട് ലെറ്റേഴ്സ്, ഒരുപാട് കഥകൾ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ ഏതപ്പോൾ പിക്ക് ചെയ്യുക? ഇവർക്കൊരു 1500 പ്ലാനുകളുണ്ട്. ഇതിൽ ഏതാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? മാക്സിമം ഒരു 3-4 പ്ലാനൊക്കെ മതി. അതിന് മേളിലായിട്ടുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കാം. കാരണം ഇവർക്കിത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയാലാണ് ഇവർക്ക് സംഗതി ക്ലിയർ ആവുള്ളൂ. ഇനിയും കൺഫ്യൂസ്ഡ് ആവും ആളുകൾ. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്തുനിന്ന് പേയ്മെൻറ്റ് പ്രതീക്ഷിക്കേ വേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺവേർഷൻ കൂടും. 10 പേര് കോൺടാക്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇത്ര നാൾ 1-2 പേരൊക്കെയാണ് വാങ്ങുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ കൺവേർഷൻ കൂട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 3-4-5 പേരൊക്കെ വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഇഷ്ടമാണ്, ബിസിനസ് സെയിൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാവാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.